ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. സമ്പാദിക്ക് ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ നിശാകരമുനി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി, പിന്നെ ദയാവശനായരുളി ചെയ്തു, സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ, കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വ നീ. ദേഹം നിമിത്തമീ ദുഃഖമറിക നീ, ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാ സമുത്ഭവ വസ്തുവായുള്ളോന്നഹങ്കാരം ഓർക്ക നീ. ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയപ്പിണ്ഡവത്സദാ. തേന ദേഹത്തിനു താദാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ത നൂനമാത്മാവിനുമായയാ. ദേഹോഹമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കൽപ്പ സർവദാ ജീവനും. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാദാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ, വിത്താനുരൂപേണ യജ്ഞദാനാദികൾ. ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ, മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധൗ ഉത്തമാംഗം കൊള്ള വീഴുമധോഭുവി. പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്നു പതിച്ചു നീഹാര സമേതനായി ഭൂമൗ പതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാമേകീഭവിച്ചാലതും പിന്നെ മെല്ലവേ. പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും. അതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ. പേശീരുധിര പരിപ്ലുതമായി വരുമാശു തസ്യാമങ്കുരുൽപത്തിയും വരും. പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും 4 മാസത്തിനാൽ. ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഒരു ബീജാവസ്ഥയിൽ നിന്ന് അവൻ്റെ മുന്നോട്ടുള്ള വളർച്ചയെക്കുറിച്ചുള്ള വളരെ മനോഹരമായ വർണ്ണന രാമായണത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും 5 മാസം കൊണ്ടു ഷഷ്ഠമാസേ പുനഃകിഞ്ചന പോലും പിഴയാത്തെ ദേഹിനാം. കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം പിന്നെ മേഡ്രോപസ്ഥനാഭിപായുക്കളും 7 ഭാസി ഭവിക്കും. പുനരുടൻ ഗുപ്തമായൊരു ശിരക്കേശരോമങ്ങൾ 8 മാസി ഭവിക്കും. പുനരഭിപുഷ്ടമായിടും ജഠരസ്ഥലാന്തരേ. 9 മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. 5 മാസി ചൈതന്യവാനായി വരുമഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ.
നാഭിസൂത്രോൽപരന്ധ്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്വാൻ നരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർമൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ. പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജഠര വന്നി പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാർ. 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനാം. പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു. നിത്യകുടുംബ ഭരണൈകസക്തനായി വിത്തമന്യായമാർജിച്ചിതന്വഹം. വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ, കൃഷ്ണ കൃഷ്ണേതി ജപിച്ചീലൊരിക്കലും. തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവൽ സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധൗ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ. സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധ്രേണ പീഡാന്വിതം. ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പുരാസഖേ. നിന്നാലനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഞാൻ ശരീരമാണ് എന്നുള്ള തോന്നൽ കൊണ്ടാണ് സുഖദുഃഖങ്ങൾ മുഴുവൻ നമുക്ക് അനുഭവപ്പെടുന്നത്. ശരീരത്തിൽ നിന്നും ഭിന്നമായ മറ്റൊന്നാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ ഈ ശരീരബന്ധങ്ങളെ ഉപേക്ഷിക്കും. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലേ ഇരിപ്പതാത്മാപരൻ കേവലൻ. ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴുക നീ. ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം. സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം. നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവിനിർമുക്തമെന്നറിയും നേരം മായാവിമോഹമകലുമെല്ലാവനും. പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്ഥ്യാത്മനാ വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ, ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടായികൊല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി. നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ. ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ. പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ. മർക്കടരാജനിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും.
തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം. എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും, അതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നേ, വിചിത്രമേ നന്നു നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. രാമനാമം എത്രത്തോളം മഹത്തായതാണ് എന്ന് തെളിയിക്കുകയാണ് ഇവിടെ. സമ്പാദി രാമനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, രാമനാമം ചൊല്ലിയപ്പോൾ നശിച്ചുപോയ പക്ഷങ്ങൾ തിരിച്ചു വരികയാണ്. പുതിയൊരു ഉണർവ്, വളർച്ച അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് രാമനാമം. ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യമാരാലുമോർത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിലഹോ. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു, കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായി അതിപ്രയത്നം ചെയ്കിൽ അർണവമിന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലം ഉണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായസ. ഇപ്പോൾ സമ്പാദിയുടെ കഥയിലൂടെ രാമായണം പറഞ്ഞു വെക്കുന്നത്, രാമനാമ സ്മൃതി കൊണ്ട്, രാമനാമ ജപം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് പോലും തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയും. രാമായണം തരുന്നൊരു ആത്മവിശ്വാസം ഇതാണ്. ശ്രീരാമനാമ സ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നിതേവരും. ജീവിതമാകുന്ന സാഗരത്തെ കടക്കാൻ രാമനാമ ജപം കൊണ്ട് തന്നെ സാധിക്കും എന്നുകൂടി രാമായണം ഉറപ്പു തരുന്നുണ്ട്. പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്ര ചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകര കാൺമാനുമില്ലല്ലോ. അവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ. ശക്രതനയ തനൂജനാമംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കുമെന്നാൽ ഇവരിൽ വച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം. ഞാനിതിനാളെന്തവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. ഓരോന്ന് തരണം ചെയ്യുമ്പോഴും പുതിയത് മുന്നിൽ വന്നു വിട്ടുകൊണ്ടേയിരിക്കും. ഈ പ്രശ്നങ്ങളെ മറികടക്കലാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. ഒരു പ്രശ്നമല്ല, നിരവധി പ്രശ്നങ്ങൾ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. അതിനെയൊക്കെ മറികടക്കാനുള്ള ധൈര്യം, ആത്മവിശ്വാസം അതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് പലവിധ ഉപാധികളുണ്ട്. അതിലൊരു ഉപാധി തന്നെയാണ് ഭക്തി. ഈശ്വരഭക്തിയിലൂടെ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കാം. മഹാസാഗരത്തെ കടക്കാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യത്തിന് മുന്നിൽ വാനരന്മാർ പകച്ചു പോകുന്നുണ്ട്. അപ്പോഴും അംഗദൻ പറയുന്നത് ഇതാണ്: നമ്മളിൽ തന്നെ ബലവാന്മാർ ഒത്തിരി പേരുണ്ട്, അത് തിരിച്ചറിയുന്നില്ല. അവനവൻ്റെ ബലത്തെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഒന്നിനു മുന്നിലും തളരേണ്ടുന്നവരല്ല. എല്ലാത്തിനെയും മറികടക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അത് തിരിച്ചറിയാൻ, ആ ശക്തിയെ വീണ്ടെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അത് ഇത്തരം പുണ്യഗ്രന്ഥങ്ങളുടെ പാരായണത്തിലൂടെ
സാധിക്കും. അങ്കദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞീലൊരുത്തരും. അങ്കദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ, ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്യാത്യാമുദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി, ചാടാമിരുപതെനിക്കെന്നൊരു കവി. 30 ചാടാമെനിക്കെന്നപരനും, അപ്പടി 40 മറ്റേവനും. 50 60 70 80 ചാടാമെനിക്കെന്നൊരുവനും. 90 ചാടുവാൻ ദണ്ഡമില്ലേഖനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കടവീരരേ നിർണയം. 10 യോജന 20 യോജന 30 യോജന 40 50 60 70 90 വരെ ചാടാൻ കെൽപ്പുള്ളവരുണ്ട് ഈ മർക്കടന്മാരുടെ കൂട്ടത്തിൽ എന്ന് ഓരോരുത്തരും പറയുകയാണ്. പക്ഷേ അത് പോരല്ലോ, 100 യോജനയാണ് സമുദ്രത്തിൻ്റെ വിസ്തൃതി. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നനായി 3 അടിയായളക്കും വിധൗ. യൗവനകാലേ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വെച്ചിടിനേൻ. വാർദ്ധകഗ്രസ്തനായേനിതാനീം ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകൾ ഓർത്തോളം അത്ഭുതമെത്രയും. ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൻ, അങ്ങോട്ടു ചാടാം എനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും. ഭൃത്യജനങ്ങളയക്കയില്ലെന്നുമേ ഭൃത്യരിലേഖനുണ്ടാമെന്നതേ വരൂ. ആർക്കുമേ ഇല്ല സാമർഥ്യമനശനം, ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലൂവയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസസംഭവ നന്ദനൻ ചൊല്ലിനാൻ, എന്തു ജഗൽ പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ. എല്ലാവരും അവരവരുടെ വീരകൃത്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുകയാണ് ഹനുമാൻ. എന്താ വാദാത്മജൻ ഒന്നും പറയാത്തത് എന്ന് ജാമ്പവാൻ ചോദിക്കുകയാണ്. കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജൻ ആകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ. ഹനുമാൻ എന്താണൊന്നും മിണ്ടാത്തത്? സാക്ഷാൽ പരമേശ്വര ബീജമാണ് അവിടുന്ന്. മാത്രമല്ല വാദാത്മജനായതുകൊണ്ട് വായുവേഗത്തിൽ പറക്കാൻ സാധിക്കുന്ന കഴിവും അങ്ങേക്കുണ്ട്. മിണ്ടാതിരിക്കരുത് എന്ന് പറയാണ് ജാമ്പവാൻ. തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ, കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥന് പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭച്യുതനായ അവനിയിൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മാനസേ. തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അപാരമായ ശക്തിയെ ഉണർത്തിയെടുക്കാനുള്ള വിദ്യകളാണ് ഇപ്പോൾ പ്രയോഗിക്കപ്പെടുന്നത്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഇങ്ങനെ ഒരു ശക്തി ഉറങ്ങിക്കിടപ്പുന്നുണ്ട്. ആ ശക്തി ആരെങ്കിലുമൊക്കെ ഉണർത്തി തന്നാൽ നമ്മൾ ഇതിനേക്കാളും 10 മടങ്ങ് പ്രവർത്തിക്കും, പ്രവർത്തന നിരതരാകും. അങ്ങനെ ജാമ്പവാൻ ഹനുമാനെ ഉണർത്തിയെടുക്കുകയാണ്. ഹനുമാന്റെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാനുള്ള അവസരം ഹനുമാന് നൽകുകയാണ്. ചണ്ഡകിരണൻ ഉദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും
ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനരർ തമ്മുടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചീടിനാർ. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ. നാംനാ ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുറികയാല ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. ഹനുമാൻ, അങ്ങ് മറന്നുപോയോ ആ പഴയ ചരിത്രങ്ങൾ? എത്രമാത്രം ശക്തനാണ് അവിടുന്ന്, എന്തുമാത്രം ലീലാവിലാസങ്ങൾ അങ്ങ് കാട്ടിയിരിക്കുന്നു. ഉണരുക എന്ന് പറയുകയാണ് ഹനുമാനോട്. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയം, അതും എന്തിനെന്നോർക്ക നീ. ഒരു കാര്യം കൂടിയുണ്ട്. ഇത്രയും വാനരന്മാർ ഉണ്ടായിട്ടും രാമൻ രാമനാമാങ്കിതമായ അങ്കുലീയം തന്നിരിക്കുന്നത് അവിടുത്തെ കൈകളിലാണ്. അതിനർത്ഥം എന്താണ്? ഹനുമാൻ, അങ്ങയെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് തന്നെയാണ്. ത്വൽബല വീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കൽ ആർക്കുമാമല്ലടോ. യുദ്ധം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനും ഉത്ഥായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനൻ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമി ധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരിവനിപ്പോഴേ. അല്ലായികിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടുകൂടെ ലങ്കാപുരത്തെയും വലത്തു കരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈതൊഴുതീടുവൻ രാമാങ്കുലീയം എൻ കയ്യിലുണ്ടാകയാൽ. കണ്ടില്ലേ, ഹനുമാൻ ഉണരുകയാണ്. തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി വളർന്നു വന്നപ്പോൾ മറ്റൊരു ഹനുമാൻ ഇവിടെ കാണപ്പെടുകയാണ്. പർവ്വതതുല്യ ശരീരനായി വളരുകയാണ്. ആ വളർന്നു നിൽക്കുന്നത് ഹനുമാന്റെ ആത്മവിശ്വാസം തന്നെയാണ്. ഞാൻ ലങ്കയിൽ ചെല്ലും, രാവണനെ പാഠം പഠിപ്പിക്കും, ലങ്ക പൊടിപൊടിക്കും എന്നാണ് ഹനുമാൻ പറയുന്നത്. മാത്രമല്ല, വേണമെങ്കിൽ ലങ്കയെ മുഴുവൻ ഞാൻ ഈ വലം കയ്യിൽ എടുത്തു കൊണ്ടുവരും, അതിനുള്ള ശേഷി എനിക്കുണ്ട്. ഹനുമാൻ ഉണർന്നിരിക്കുന്നു. മാരുതി വാക്കുകേട്ടൊരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും. ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോടെതിർത്തിയിടുവാൻ പിന്നെയാം. നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാനന്നേരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കത്തേ. മാരുതദേവനുണ്ടരികേ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. യുദ്ധം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. നമ്മൾ സുന്ദരകാണ്ഡത്തിലേക്ക് കടക്കുകയാണ്. സകല ശുകകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ. കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാം. കിളിമകളുടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിയിടിനാൾ. കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. ലവണജലനിധി ശതകയോജനാവിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി. മനുജ പരിവൃഢ ചരണനളിന യുഗളം മുതാ മാനസേ
ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കപിവരരോടമിത ബലസഹിതമുര ചെയ്തിതു കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും. മമ ജനക സദൃശനഹമതി ചപലമംബരെ മാനേന പോകുന്നിതാശരേശാലയേ. അജതനയ തനയ ശരസമധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം. അഖില ജഗദധിപനൊടു വിരവിലറിയിപ്പനി അദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണ കാലേ നിരൂപിപ്പവൻ. ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കുമജ്ജന്മനാക്കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. തദനു മമ ഹൃദി സപതി രഘുപതിരനാരതം തസ്യാങ്കുലീയവും ഉണ്ടു ശിരസി മേ. കിമപി നഹി ഭയമുദധി സപതി തരിതും നിങ്ങൾ കേശപ്രവരരേ ഖേതിയായി കേതുമേ. ഇതി പവനതനയനുര ചെയ്തു വാലും നിജ ഏറ്റമുയർത്തി പരത്തിക്കരങ്ങളും അതിവിപുലകള തലവും ആർജവമാക്കി നിന്നാകുഞ്ചിതാംക്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജഹൃദയവുമുറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയിടിനൻ. ജാമ്പവാന്റെ വാക്കുകൾ കേട്ട് ഉണർന്ന ഹനുമാൻ സ്വാമി തൻ്റെ ലക്ഷ്യമായ ലങ്കയിലേക്ക് കുതിക്കുകയാണ്. ലക്ഷ്യം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നിൽ തടസ്സങ്ങളില്ല. കണ്ണുകൾ ലക്ഷ്യത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ മുന്നിൽ ഉയർന്നു കാണുന്നവയാണ് തടസ്സങ്ങൾ. അതുകൊണ്ട് രാമായണം നമ്മോട് പറയുന്നത് നമ്മിലുള്ള ആത്മബോധത്തെ വളർത്തിയെടുത്ത് ആത്മവിശ്വാസം നേടിയെടുത്ത് മനസ്സ് ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിർത്തി മറ്റൊന്നിലും മനസ്സിളകാതെ ഏകാഗ്രചിത്തരായി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഹനുമാന്റെ ശക്തിയുണ്ട്, അത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.